ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കുവാണ് കേട്ടോ. എന്നാണെന്നറിയോ, ഞാൻ പണ്ടൊക്കെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ ആർട്ട് വർക്ക് ചെയ്യുമായിരുന്നു കേട്ടോ. എൻ്റെ ഒഴിവ് സമയങ്ങളെല്ലാം ഞാൻ ഇങ്ങനെയാണ് സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ചിലപ്പോഴൊക്കെ ബുക്ക് വായിക്കാൻ എനിക്കിഷ്ടമാണ്. നല്ല നല്ല ബുക്സുകൾ വായിക്കും, പിന്നെ കവിത എഴുതും, കഥ എഴുതും. അതൊക്കെ എനിക്ക് എന്താ പറയുക, ഞാൻ പഠിച്ച കാലം തൊട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതല്ലാതെ കുറച്ച് കാര്യങ്ങളും കൂടി ഞാനിപ്പം കുറച്ച് നാളുകൾക്ക് മുമ്പ് തൊട്ട് ചെയ്യുമായിരുന്നേ. അപ്പോൾ ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റിലെ തന്നെ പറഞ്ഞല്ലോ, ആർട്ട് വർക്ക് ചെയ്യാനാണ് ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ കുപ്പികൾ കിട്ടുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബോക്സോ അങ്ങനെയുള്ളതൊക്കെ കിട്ടുവാണെങ്കിൽ അത് വെച്ചിട്ട് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്കറിയാമല്ലോ, നമുക്ക് എന്താണ് ഇഷ്ടം അത് ചെയ്യാനായിരിക്കും നമുക്ക് കൂടുതൽ താല്പര്യം. അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മോൻ കുഞ്ഞായിരുന്നേ, ഏതാണ്ട് ഒരു വയസ്സ് പ്രായമുള്ള ഒരു ടൈമിൽ അവന് ഉറങ്ങുന്ന സമയത്തൊക്കെ എനിക്കിത് ഇഷ്ടമായിരുന്നു. ഈ കുപ്പിയിൽ ഇങ്ങനെ നൂല് കൊണ്ട് നൂൽ വർക്ക് ചെയ്യാനൊക്കെ ഇഷ്ടമായിരുന്നു. പിന്നെ ഫ്ലവർ ഉണ്ടാക്കാൻ ഇഷ്ടമാണ്. അപ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാണ് ആദ്യം ഞാൻ ഓരോന്ന് ചെയ്തു തുടങ്ങിയത്. പിന്നീട് ഞാൻ കുറച്ച് നാൾ മുമ്പ് വീട്ടിൽ പോയപ്പം എൻ്റെ ചേച്ചി അവിടെ ഈ പട്ടം ഉണ്ടല്ലോ, നെറ്റിപ്പട്ടം, അതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ചെയ്യുമ്പം ഞാനും അക്കൂട്ടത്തിൽ കൂടെ ഇരുന്ന് സഹായിക്കുകയൊക്കെ ചെയ്ത് എനിക്കും അത് ഇഷ്ടമായി. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ നാട്ടിൽ നിന്ന സമയത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് കിട്ടുന്ന സമയങ്ങൾ, അതായത് മോൻ കുഞ്ഞായിരുന്ന സമയത്തൊക്കെ ഞാൻ കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് എൻ്റെ സമയം കളയാൻ നോക്കി. പക്ഷേ ഇപ്പോഴാണെങ്കിൽ സമയമില്ല കേട്ടോ. മക്കളൊക്കെ വലുതായി, അവർക്ക് അവരെ പഠിപ്പിക്കാനുണ്ട്, വീട്ടിലെ കാര്യങ്ങളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്കെല്ലാം മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് വെച്ചേക്കുവാണ്. എന്നാലും കുറച്ചായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചെയ്ത ആർട്ട് വർക്കുകളാണ് കേട്ടോ കാണിക്കുന്നത്. ഇതുപോലുള്ള അതുണ്ടോ, ഈ കേക്ക് ബാറ്റർ ഉണ്ടാക്കി വെക്കുന്ന ഈ ഒരു ബോർഡൊക്കെ ഇല്ലേ, ഇതൊന്നും ഞാൻ കളയാതെ സൂക്ഷിച്ചു വെക്കുവേ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതെല്ലാം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാറ്റി വെക്കും. പിന്നെ അതുപോലെ കപ്പൊക്കെ ഇല്ലേ, ഇതുപോലെ പൊട്ടിപ്പോയ കപ്പായിരുന്നേ, ഇത് പോയതുകൊണ്ട് ഞാനിങ്ങനെ വീട്ടിൽ ചോദിച്ചെടുത്തൊരു സംഭവമാണ്. ഇതിലൊരു പെയിൻറ്റിങ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു ചെറുതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ചെറിയ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് കൊടുത്തിട്ട് ബാക്കി ഇവിടെയൊക്കെ ഞാനിങ്ങനെ ഒരു വൈറ്റ് ഡോട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് കുറേ നാളുകൾക്ക് മുമ്പ് ചെയ്ത ഒരു കപ്പാണ് കേട്ടോ. മൊത്തം പൊടി പിടിച്ചിരിക്കുമായിരുന്നു. അത് ഇടയ്ക്കൊക്കെ ഒന്ന് വൃത്തിയാക്കിയൊക്കെ വെക്കും. അപ്പം അതിലൊരു ചെറിയ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു തുടങ്ങിയ സമയത്ത് ചെയ്തിരുന്ന ഒരു വർക്കാണേ. എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു ഇത്. ഇങ്ങനെയുള്ള കപ്പൊക്കെ കിട്ടിയാൽ ഞാൻ കളയാതെ വെക്കും. അതും പൊട്ടിപ്പോയ കപ്പൊക്കെ ആണെങ്കിൽ എനിക്കത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇല്ലാത്തത് നമുക്കത് എന്തെങ്കിലും ചെയ്തിട്ട് അത് കുറേ കൂടെ ഭംഗിയായിട്ട് നമുക്ക് കുടിക്കാനൊക്കെ എടുക്കാനുള്ള കപ്പാക്കാനൊക്കെ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഇത് അല്ലാത്ത പക്ഷം ഞാനിത് പോയതുകൊണ്ടാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഈ കേക്ക് ബാറ്ററിൽ ചെയ്തൊരു സംഭവമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു വലിയൊരു ഇതൂടെ ഒരു ബോർഡിൽ ചെയ്തത് കാണിച്ചു തരാവേ. ഞാൻ നേരത്തെ കാണിച്ചത് ചെറിയൊരു ഇതാണേ. അപ്പോൾ ഇത് കുറച്ച് വലുതായിട്ട് എടുത്താൽ കണ്ടോ, ഇത്രയും വലിയൊരു കേക്ക് ബാറ്റർ ചെയ്തതിൻ്റെ ഒരു ബോർഡാണേ. ഈ ബോർഡിൻ്റെ പുറകിൽ ഇതിങ്ങനെ ഒരു സംഭവം കൊടുത്തു, തൂക്കിയിടാൻ പാകത്തിന്. പക്ഷേ ഇതിന് വെയിറ്റ് ഉണ്ട്. ഇങ്ങനെ നിൽക്കുമ്പോൾ അത് വെയിറ്റ് ഉള്ളത് കൊണ്ട് അത് ചെയ്തപ്പോൾ ഇങ്ങനെയായി. ഇത് കണ്ടോ, രസമുണ്ടോ കാണാനായിട്ട്? എനിക്കിങ്ങനെ ഒരുപാട് നൂലുകൾ, പല കളറിലെ നൂലുകൾ എടുത്തിട്ട് പകുതിയായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാൻ ഇഷ്ടമായിരുന്നു. പിന്നെ നമ്മൾ ഇതിന് മെനക്കെട്ട് കുറേ നേരം ഇരിക്കണം കേട്ടോ. സമയം നമുക്ക് കുറേയൊക്കെ ഇത് കണ്ടോ, ഇളക്കിയൊക്കെ പോയി. എന്നാലും ഞാനിപ്പം കുറച്ച് നാളായി ഇത് ചെയ്തിട്ടേ. ഇപ്പം എനിക്ക് സമയം കിട്ടാറില്ല. എന്നാലും നിങ്ങളെ കാണിക്കാൻ തോന്നി. ഇതൊക്കെ ചുമ്മാ ഫെവിക്വിക്ക് വെച്ചിട്ട് നമ്മളൊരു ഡിസൈൻ ചുമ്മാ വരച്ചെടുത്തിട്ട് അതിൻ്റെ മേളിലേക്ക് ചെയ്യുന്ന സംഭവങ്ങളാണിത്. പക്ഷെ ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് ചെയ്തു വെച്ചാലേ നല്ല ഭംഗിയാണ്. പക്ഷെ ഞാനിത് ഭിത്തിയിൽ ഇങ്ങനെ തൂക്കിയിടുമ്പോൾ എല്ലാവരും വരുമ്പോൾ ചോദിക്കാറുണ്ട്, ഇത് എന്ത് രസമാണ് ഇത് കാണാനായിട്ട്, ഇത് എവിടെ നിന്ന് എങ്ങനെയാണ് ചെയ്തത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം അങ്ങനെ ഞാൻ ചെയ്തെടുത്ത ഒരു വർക്കാണിത്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു വർക്കാണ് കേട്ടോ ഈ ഒരു സംഭവം. പിന്നെ ഞാനിങ്ങനെ നമ്മുടെ ടവൽ എടുത്തിട്ട് റോസാപ്പൂ ഉണ്ടാക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അല്ലാണ്ട് ഈ പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചോറിലെ ലഞ്ച് ബോക്സ് കവർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന സാധാരണ ടവലാണേ. ഈ ടവൽ എടുത്തിട്ട് നമുക്ക് ഈ ഇലയായിട്ട് എടുത്തേക്കുന്നില്ലേ ഈ സംഭവം ഇല്ലേ, ഇതൊക്കെ നമ്മുടെ നോർമൽ ഫ്ലവർ, നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഫ്ലവർ ഇല്ലേ, അതിൻ്റെയൊക്കെ വേസ്റ്റ് ആയിപ്പോയ സംഭവങ്ങളില്ലേ, അതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കുന്ന ഒരു സാധനമാണിത്. പിന്നെ ഇത് നമുക്ക് അല്ലാണ്ട് തന്നെ ഇങ്ങനെ മേടിക്കാൻ കിട്ടും. പക്ഷേ ഞാൻ മേടിച്ചതല്ല, അല്ലാതെ ഇതിൽ നിന്നൊക്കെ ഇങ്ങനെ കിട്ടുന്നതിൽ നിന്നൊക്കെ എടുത്ത് ഒപ്പിക്കുന്നതാണോ, എല്ലാവരും ഒപ്പിക്കുന്നതാണല്ലോ. അപ്പം അങ്ങനെ എടുക്കുന്നൊരു സംഭവമാണ് ഇത് കേട്ടോ. പിന്നെ ടവല് നമ്മൾ അത് ഇച്ചിരി സമയം എടുത്ത് ചെയ്യുന്നൊരു സംഭവം. ഇതിൻ്റെ പല കളറുണ്ടായിരുന്നു. റെഡ് ഉണ്ടായിരുന്നു, പിന്നെ എനിക്ക് തോന്നുന്നു ഒരു പിങ്ക് കളറുണ്ടായിരുന്നു. പിങ്ക് അല്ല, റോസ് കേട്ടോ, പ്യുവർ റോസ് കളറുണ്ടായിരുന്നു. അപ്പോൾ ഇത് 3 കളറാണ് ഞാൻ ചെയ്തെടുത്തത്. അതൊക്കെ ഞാൻ കൊടുത്തു വിട്ടു. സ്കൂളിൽ മോനൊക്കെ സെറമണി വരുമ്പോഴേ അവർക്ക് ഇത് സ്കൂളിലേക്ക് ആവശ്യം വരും. ഈ
എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം വരുമ്പോൾ അപ്പം ഞാൻ ടീച്ചറിന് കൊടുക്കാമെന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിലും മോളുടെ കയ്യിലും ഒക്കെ കൊടുത്ത് അങ്ങനെ കുറേയൊക്കെ വിട്ടിട്ട് ഈ സംഭവം പോയിട്ടുണ്ട് കേട്ടോ. ഒത്തിരി പേർക്ക് ഇഷ്ടമായി ഇങ്ങനെ ടവലിൽ ചെയ്തെടുക്കുമ്പോൾ അവർക്കൊരു കൗതുകമായിട്ട് തോന്നും. ഇതിവിടെ ഇങ്ങനെ ആയിരുന്നില്ല, ഞാൻ കുറച്ച് ഒട്ടിച്ച് വെച്ചതാണ്. ഇവിടെ ഇങ്ങനെ വിടർന്നിരിക്കുന്ന രീതിയിൽ ചെയ്തെടുത്തതാണേ. ഇത്തിരി ഇങ്ങനെ വിടർന്നിരിക്കുന്ന പോലെ ഇങ്ങനെയാണ് ശരിക്കും അത് ചെയ്തെടുത്തിരുന്നത്. റോസാപ്പൂവിൻ്റെ ആ ഒരു സ്റ്റൈല് തന്നെയാണ് ഇത് ചെയ്തേക്കുന്നത്. പക്ഷെ രസമാണേ ഇങ്ങനെയുള്ളത് നമുക്ക്. പിന്നെ ഈ സംഭവം ഇല്ലേ, ഇത് ചുമ്മാ പ്ലൈവുഡാണ്. ഇതിൽ നിന്ന് കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിലിങ്ങനെ ചുമ്മാ ഒരു പേപ്പർ ഒട്ടിച്ചതാണേ. ഒരു ഗ്രീൻ കളറോ നമുക്ക് ഇഷ്ടമുള്ള കളർ എടുത്തിട്ട് അതിങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് ബാക്കിയെല്ലാം സെലോ ടേപ്പ് വഴി ചെയ്തേക്കണതാണ്. പിന്നെ ഇതൊരു ഗോൾഡൻ കവറിങ്, അത്രേ ഉള്ളൂ. ഇത്രയും ചെയ്തെടുത്താൽ പക്ഷേ ഇച്ചിരി സമയം എടുക്കുന്ന ഒരു പരിപാടി കേട്ടോ. മറ്റതുപോലെയൊന്നും അല്ല, പെയിൻറ്റിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അത്രയും സമയം എടുക്കില്ല. പക്ഷെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്തെടുക്കാൻ നമുക്ക് ഒത്തിരി സമയം എടുക്കും. പക്ഷെ നല്ല ഒരാൾക്ക് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ നല്ലതല്ലേ. അപ്പം അങ്ങനെ ചെയ്തെടുത്തതാണ് ഈ ഒരു റോസാപ്പൂ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണേ. പിന്നെ ഈ ഒരു പില്ലോ ഞാൻ ചെയ്തെടുത്താണ് കേട്ടോ. പില്ലോ കുഞ്ഞു മോന് വെക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഇത് ചെയ്തെടുത്തത്. ഇത് നമുക്ക് നോർമലി ഈ വീട്ടിലുണ്ടായിരുന്ന ഒരു തുണിയാണേ. ഞാൻ സത്യം പറഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് അധികം ക്യാഷ് മുടക്കി ഒന്നും ഞാൻ മേടിക്കാറില്ല. അത്യാവശ്യം അല്ലറ ചില്ലറ സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണേ. അപ്പോൾ ഇതിങ്ങനെ ഇത് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഡിസൈൻ കൊടുത്തിട്ടോ എന്തെങ്കിലും ഒരു സംഭവം കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം. ഞാനിത് അവൻ്റെ ഇത് വെച്ചിട്ട് ചെയ്തെടുത്തതാണേ. അവന് ഇഷ്ടമായതുകൊണ്ട് ഇങ്ങനെ അങ്ങ് ചെയ്യാമല്ലോ എന്ന് ഓർത്തിട്ട് ഇങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് സംഭവമൊക്കെ വെച്ച് ചെയ്തു. അത് വേറെ ചുമ്മാ ഇരുന്നൊരു സംഭവം എടുത്താൽ ഒട്ടിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അവനൊരു കൗതുകം തോന്നാൻ വേണ്ടി, മോന് വേണ്ടിയിട്ട്. അപ്പം ഇതൊരു തലയണ പില്ലോ. ഇതിനകത്ത് മുഴുവനും പഞ്ഞിയാണ് കേട്ടോ. ഞാൻ നമ്മുടെ ഈ പഞ്ഞിമരം ഇല്ലേ, അത് നമ്മുടെ പുറകിലുണ്ട്. അപ്പം അതിൻ്റെ പഞ്ഞിക്കായ എടുത്ത് പൊട്ടിച്ച് പഞ്ഞി എടുത്തത് കുറച്ച് ദിവസം അതിൻ്റെ പണിയുണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് അതാകുമ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള തലയണയായിട്ട് നമുക്ക് കിട്ടും. കുഞ്ഞുങ്ങൾക്ക് തല വെക്കാനും ഒക്കെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പം അങ്ങനെയുള്ളൊരു സംഭവം എടുത്തിട്ടാണ് ഞാൻ ഇത് ചെയ്തത് കേട്ടോ, ഈ ഒരു തലയണ ഉണ്ടാക്കിയത്. പിന്നെ കൂടുതലും കുപ്പിയൊക്കെ ഇത് കണ്ടോ, ഇത് ശരിക്കും എന്താ പറയണേ, നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു വെക്കുന്ന ഒരു കൂജ പോലത്തെ ഒരു സംഭവം വരുന്നേ. അപ്പോൾ അതിൽ ഇതിപ്പോൾ ഒരുപാടായി ചെയ്തിട്ട് ഇത് ചുമ്മാ എൻ്റെ പെയിൻറ്റ് തീർക്കാൻ വേണ്ടി ചെയ്താന്ന് വേണമെങ്കിൽ പറയാം. വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് വന്നതായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ പെയിൻറ്റ് തീർന്നു തുടങ്ങി കേട്ടോ. അപ്പം ഞാനിത് എന്താ പറയണേ, തട്ടിയും മുട്ടിയും എന്ന് പറഞ്ഞ പോലെ അങ്ങനെയൊന്ന് ചെയ്ത് ചുമ്മാ ഇങ്ങനെ വെച്ചതാണേ. ഇത് ഞാൻ അത്രയും കാര്യമായിട്ട് ചെയ്തൊരു വർക്കല്ല, ചുമ്മാ അല്ലറ ചില്ലറ സാധനങ്ങൾ ഇട്ടിട്ട് ചെയ്തൊരു സംഭവമാണേ. പിന്നെ എനിക്കൊരു കൃഷ്ണൻ്റെ വിഗ്രഹമുണ്ട്. ഈ വിഗ്രഹം എനിക്ക് കിട്ടിയത് ഇപ്പോൾ കുറേ നാളായി ചെയ്തിട്ട്, ഒരുപാട് വർഷങ്ങളായി ചെയ്ത്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 15 കൊല്ലമായി. ഈ 15 കൊല്ലത്തിൽ ഞാൻ എനിക്ക് തോന്നുന്നു അത് ഞാൻ വന്നൊരു 3-4 കൊല്ലം കഴിഞ്ഞപ്പം എൻ്റെ മുറിയിൽ നിന്ന് ഒരുപാട് മുഷിഞ്ഞ രീതിയിൽ എനിക്ക് കിട്ടിയ ഒരു കൃഷ്ണൻ്റെ വിഗ്രഹമാണ്. അപ്പോൾ അത് വർഷങ്ങൾ പഴക്കമുണ്ട്, ഒരുപാട് വർഷങ്ങൾ പഴക്കമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വിഗ്രഹം കിട്ടിയപ്പം എനിക്ക് തോന്നി അത് എന്തെങ്കിലും ചെയ്തെടുക്കാമല്ലോ എന്ന്. ഇപ്പോൾ ഇവിടെയൊക്കെ ഞാൻ ബ്ലാക്ക് ആയിരുന്നു കേട്ടോ കൊടുത്ത്, അതെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ആ കളറൊക്കെ മങ്ങി. ഇതേ കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഇത് മുഴുവൻ ബ്ലാക്കാണ് ഞാൻ കൊടുത്തത്, അതൊക്കെ പോയി. പക്ഷെ ഇത് ഞാൻ അന്ന് ചെയ്ത സംഭവം നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്തത്. ഇത് കണ്ടോ, ഒത്തിരി വർഷത്തെ പഴക്കമുണ്ട് ഇതിന്. അപ്പോൾ ഇനി ഇതെനിക്ക് ഒന്നും കൂടി റീപെയിൻറ്റ് ചെയ്യണം. അപ്പം അതിനു വേണ്ടി മാറ്റി വെച്ചേക്കണാണേ കൃഷ്ണൻ്റെ വിഗ്രഹം. നല്ല ഭംഗിക്ക് നമ്മൾ ചെയ്തെടുത്താൽ നല്ല ഭംഗി. ഇനി എനിക്ക് പെയിൻ്റൊക്കെ ഒന്നുകൂടെ മേടിച്ചൊന്ന് റെഡിയാക്കി. അന്ന് ചെയ്തത് കൊണ്ട് ഞാൻ ഇതിൻ്റെ ആ കളറൊക്കെ പോകുന്നുണ്ട്. അപ്പം അതൊന്ന് ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇതങ്ങനെയാണ്. ഇത് കൃഷ്ണൻ്റെ വിഗ്രഹവും ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ചുമ്മാ കുപ്പിയിൽ ചെയ്തൊരു പെയിൻ്റാണ് കേട്ടോ. ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് തോന്നുന്ന ഒരു പെയിൻറ്റിങ് ആണ്. ചുമ്മാ നമുക്കൊരു ഡിസൈനും ഇല്ല, പക്ഷേ ശരിക്കും പറഞ്ഞാൽ പല പല കളറുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു ഷേപ്പ് ഇല്ലാത്ത രീതിയിലൊക്കെ നമ്മൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അതാണ് അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. അത് വരച്ചേക്കുന്നതിൻ്റെ ഇതെല്ലാം നമുക്ക് തോന്നുന്ന രീതിയിൽ നമ്മളതങ്ങ് ആ ഒരു സമയം അങ്ങ് ചെയ്തെടുക്കുന്നു. ഇതിൻ്റെ മേളിലൊക്കെ കണ്ടോ, ഈ ഭാഗമൊക്കെ നമ്മൾ കറക്റ്റ് ബ്ലൂ, വൈറ്റ്, റെഡ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ താഴേക്ക് വരുമ്പോഴത്തേക്കും ഒരു കറക്റ്റായിട്ടുള്ളൊരു പെയിൻറ്റിങ് അല്ല. മാറ്റിയും തിരിച്ചുമൊക്കെ കൊടുത്ത് അത് സെറ്റാക്കിയിരിക്കണം. പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇങ്ങനെയുള്ള പെയിൻറ്റിങ് കേട്ടോ ചെയ്യാനായിട്ട്. പിന്നെ അടുത്തതായിട്ട് ഒരു കുഞ്ഞ് ഇത് കണ്ടോ, കാണുന്നുണ്ടോ നിങ്ങൾ? ഇതൊരു കുഞ്ഞ് ഒട്ടകമായിരുന്നേ. ഈ ഒട്ടകവും ഇതുപോലെ എനിക്കിവിടെ കൊണ്ടുവന്നപ്പോൾ പൊട്ടിപ്പോയായിരുന്നു. ഇനി കളറൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാനത് കുറച്ച് നല്ല രീതിയിൽ കളർ അടിക്കാമെന്നൊക്കെ ആദ്യം വിചാരിച്ചു. പക്ഷേ ഇത് മൊത്തം കുറേ പോയതാണ്. ഇവിടേക്ക് ഇങ്ങനെ പൊട്ടി പോയിരുന്നതാണ്. അവിടെയൊക്കെ ഞാനൊരുവിധം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഒരു പെയിൻറ്റിങ് ചെയ്ത് കൊടുത്തതാണ്. ഒത്തിരി നാളായതാണ് കേട്ടോ. ഇത് 2007, 2008 സമയത്ത് എൻ്റെ വീട്ടിലിരുന്നപ്പോൾ കിട്ടിയ സാധനം ഇത്. അപ്പോൾ അത് ഞാൻ അവിടെ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്, എൻ്റെ പെട്ടിയിലുണ്ടായിരുന്നതാണ്. ഇത് കുറേ നാളായൊരു പെയിൻറ്റിങ് ആണ് കേട്ടോ. അപ്പം അത് പക്ഷെ പോയിട്ടില്ല. ആ പെയിൻറ്റിൻ്റെ ആ കളറും ഒക്കെ അതുപോലെ തന്നെയുണ്ട്. അപ്പോൾ ഈ ഒട്ടകത്തിനെയും ഞാൻ അന്നൊക്കെ ചെയ്ത് വെച്ചതാണ്. പിന്നെ ഇതൊക്കെ കുറേ നാളായതുകൊണ്ടെല്ലാം ഇരുന്ന് പോയി കേട്ടോ. ഇത് ചുമ്മാ ഉള്ളൊരു ഇത് കൊടുത്തൊരു പൂവും വെച്ച് കൊടുത്താണ്. അതിന് പൊടിയുണ്ട് നല്ല രീതിയിൽ. ഞാനിതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വെച്ച് എടുത്താണ്. ഒരു ഡിസൈൻ കൊടുക്കാനായിട്ടുള്ള സംഭവങ്ങളൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു അന്ന്. ഞാൻ കിട്ടുന്ന സാധനങ്ങൾ, ഇത് എനിക്ക് തോന്നുന്നു മോളുടെ ഫ്രോക്കിൽ നിന്ന് എടുത്തൊട്ടിച്ച
ചുമ്മാ ഒട്ടിച്ച് വെച്ച ഒരു സംഭവമാണ്. അന്ന് പോയി മേടിക്കാൻ പറ്റില്ല, കാരണം കുഞ്ഞിതായതുകൊണ്ട് അവൻ പോയി മേടിക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ചുമ്മാ നൂല് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുത്ത് പിന്നെ ഇതിനകത്ത് മുത്തൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതേ കണ്ടോ, മുത്ത് കണ്ടോ, ഇത് കണ്ടോ മുത്ത്. ഈ മുത്തൊക്കെ ഇതിനകത്ത് നിറച്ച് ഇവിടം വരെയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെയൊക്കെ എടുത്ത് കളഞ്ഞു കേട്ടോ, കുറേ കൊണ്ട് അതും ഒക്കെ അങ്ങ് കളഞ്ഞു. പിന്നെ അത് ഓരോ കുപ്പി കിട്ടുമ്പോഴും ഇങ്ങനെ കളയാതെ സൂക്ഷിച്ച് ഇങ്ങനെ റെഡിയാക്കി എടുക്കും. എന്തൊക്കെ പോയി കേട്ടോ, കുറേ ഒത്തിരി നാളുകൾക്ക് മുമ്പ് ചെയ്തതായതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ഒരു ഗ്ലൈസിങ് സംഭവമൊക്കെ പോയി. എന്നാലും എനിക്ക് ഇനിയും ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഒരുപാട് ആഗ്രഹമുണ്ട് ഇതൊക്കെ ഇനിയും ഒന്നും കൂടി ഒന്ന് റീകവർ ചെയ്തൊക്കെ എടുക്കണം എന്ന്. അപ്പോൾ ഇത് ചുമ്മാ ഉള്ളൊരു പെയിൻറ്റിങ്. പിന്നെ ഇതൊക്കെ പൊടി അടിച്ചിരിക്കുവാണ് കേട്ടോ, പൊടിയുണ്ട് നല്ല രീതിയിൽ. ഇതുണ്ടോ, ഇത് എനിക്കൊരു ഇഷ്ടപ്പെട്ട് ചെയ്തൊരു വർക്കാണേ. ഇച്ചിരി സമയം എടുത്താലും നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു ഭംഗി കിട്ടണമെങ്കിൽ കുറേ സമയം ഇതിനു വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ഒരു ഓറഞ്ച് കളറിലെ ഒരു നൂലും പിന്നെ അതുപോലെ ഇവിടെ ഒരു പിങ്ക് ഷെയ്ഡുള്ള ഒരു നൂലും വെച്ചു. ഇതൊക്കെ ചുമ്മാ വെച്ചെന്നേ ഉള്ളൂ. പിന്നെ ഇവിടെയൊക്കെ മുത്താണ് ഒട്ടിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഡ്രസ്സിലൊക്കെ ഒട്ടിച്ചിരുന്ന മുത്തില്ലേ, അതൊക്കെ ഞാനിങ്ങനെ പയ്യെ ഇളക്കി എടുത്തിട്ട് അതൊക്കെ കൊണ്ട് ഇതുപോലെ ചെയ്തെടുത്താണ്. പിന്നെ ഇത് കണ്ടോ, ഈ അറ്റത്തും ഇതുപോലൊരു സംഭവം ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ഭംഗി. വൈറ്റും ഇവിടെ ഒരു ബ്ലൂവും പിന്നെ ഇവിടെ ഒരു ഓറഞ്ച് കളറും ഒക്കെ വന്നിട്ടുള്ളതുകൊണ്ട് ഒരു ഭംഗിയുണ്ട് കേട്ടോ. ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു വർക്കാണിത്. ഇതുവരെ ഇത് പോയിട്ടില്ല കേട്ടോ, ഇതുപോലെ തന്നെ ഇരിപ്പുണ്ട്, നഷ്ടപ്പെടുത്താൻ എനിക്ക് തോന്നിയിട്ടുമില്ല. പിന്നെ ഇതൊരു ചുമ്മാ ഒരു ലവ് വരച്ചിട്ട് ചെയ്തൊരു വർക്കാണേ. ഈ പറഞ്ഞ പോലെയാണ് ഇതിൻ്റെയൊക്കെ പെയിൻറ്റ് ശരിക്കും പറഞ്ഞാൽ തീർന്ന സമയമൊക്കെ എല്ലാം കുറച്ചൊക്കെ ആയിരുന്നു മേടിക്കണേ. ആ മേടിക്കണ സമയത്ത് അതെല്ലാം അങ്ങ് കംപ്ലീറ്റ് ചെയ്തങ്ങ് തീർക്കും. പിന്നീട് അത് കഴിഞ്ഞ് വാങ്ങുള്ളൂ. എനിക്ക് ഇനി ഇത് ചെയ്യണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷേ അതിനുള്ളൊരു സമയം കിട്ടുന്നില്ല. ചിലപ്പോൾ നമ്മുടെ കഴിവുകളൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ തോതിലൊരു കുഞ്ഞു കഴിവുണ്ടായി പോലും നമുക്കത് പ്രയോഗിക്കാനൊരു അവസരം കിട്ടിയാലേ നമുക്കത് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്കിപ്പോൾ അതൊന്നും ചെയ്യാനുള്ളൊരു സമയം കിട്ടാറില്ല സത്യം പറഞ്ഞാൽ. ഇത് കണ്ടോ, ഇതൊരു വർക്കാണേ. ഇതൊരു ചുമ്മാ ഒരു കുഞ്ഞു കുപ്പിയിൽ ഞാൻ ചുമ്മാ ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്തെടുത്താണ് ഒരു പടമൊക്കെ വരച്ചിട്ട്. പിന്നെ ഈ സാധനം ഇല്ലേ, ഇത് നമ്മുടെ നട്ട്സില്ലേ, പിസ്തായുടെ തോടില്ലേ, അത് ഇളക്കിയെടുത്തിട്ട് അതിങ്ങനെ ചുറ്റും ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇല്ലത് കുറേയൊക്കെ ഇളകി പോയി. പിന്നെ ഇവിടെ ഒരു ചെടിയായിട്ട് വരച്ചിരുന്നത്, അങ്ങനെയാണ് ഇത് ചെയ്തെടുത്തത്. അപ്പോൾ ഇതാണ് കുപ്പിയുടെ പരിപാടികളെല്ലാം, ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതെനിക്ക് അല്ലാണ്ടൊരു നമ്മൾ മേടിക്കാൻ കിട്ടുന്ന ഒരു ചുമ്മാ ഉള്ളൊരു ഫ്രെയിമാണ്. ഈ ഫ്രെയിമിൽ ഇവിടെ നമുക്ക് ഡിസൈനൊക്കെ അവർ ചെയ്ത് തന്നതാണ്. അതായത് നമുക്ക് ഡിസൈൻ മാത്രം ഇങ്ങനെ ചെയ്ത് തന്നിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തുള്ള ഈ ചിത്രം അത് ഞാൻ സ്വന്തമായിട്ട് വരച്ചതാണ് കേട്ടോ. അതും എനിക്ക് വരയ്ക്കാനുള്ളൊരു കഴിവെന്നുള്ള ഒരാളല്ല. പക്ഷേ എന്നാലും ഇത് കണ്ടപ്പം എനിക്കൊരു കൗതുകം തോന്നിയിട്ട് ഞാൻ ഇങ്ങനെയൊന്ന് വരച്ചെടുത്ത് ചുമ്മാ ഒരു ഹാൻഡ് പെയിൻറ്റിങ് ആണ് കേട്ടോ കൂടുതലും. ഇത് ഹാൻഡ് പെയിൻറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ കൊണ്ട് ഞാൻ കൂടുതലും ഇത് ടച്ച് ചെയ്ത് വരച്ചതാണിത്. പിന്നെ താഴെ ചില്ലകളെല്ലാം പെയിൻറ്റിങ് തന്നെയാണ് ഇത്. അപ്പം വൈകുന്നേരം കൂട്ടിലേക്ക് കയറാൻ വരുന്ന ഒരു കുഞ്ഞിക്കിളിയുടെ ഒരു വെപ്രാളമില്ലേ, കിളിക്ക് കൂടണയാനുള്ള സമയമായി. അപ്പോൾ കൂടണയാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു ചിത്രമാണ് കേട്ടോ. ഇത് എനിക്ക് വലിയ ഇഷ്ടമായിട്ട് ഞാൻ ചെയ്തൊരെണ്ണമാണേ. ഇതുപോലെ ഒരു വർക്കാണ് കേട്ടോ. ഇത് ചുമ്മാ കേക്ക് ബാറ്ററിൻ്റെ ബോർഡാണ്. കേക്ക് വെക്കുമ്പം നമുക്ക് കേക്ക് എടുത്തു കഴിയുമ്പോൾ കിട്ടുന്നതാണ്. ഇതൊക്കെ ഞാൻ എനിക്ക് കളയാൻ തോന്നാതിരുന്നിട്ട് ഞാൻ ചുമ്മാ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇവിടെ ഇതെല്ലാം നൂൽ വർക്കാണ് കേട്ടോ. ഇതെല്ലാം നൂല് കൊണ്ട് ചെയ്തതാണ്. ഇതെല്ലാം നൂലാണ്. ഈ ചെടിയും പിന്നെ അതും ലവും എല്ലാം. ഇത് കാർമേഘങ്ങൾ, പിന്നെ 2 കാക്ക പറക്കുന്നത്. ഇതൊക്കെ അല്ലാതെ സമയം പോലും നമുക്ക് ഒരുപാട് സമയം കിട്ടുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കുകളാണ് കേട്ടോ. പക്ഷെ അന്ന് ഞാൻ ചുമ്മാ ഇരുന്നപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യാമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നിയിട്ട് ഞാനത് ചെയ്തതാണ്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള വർക്കുകൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇനിയും എനിക്ക് അവസരം കിട്ടിയാൽ ഞാൻ ഇതിനു വേണ്ടി പ്രയോജനപ്പെടുത്തും. അതെനിക്ക് 100% വിശ്വാസമുണ്ട്. ചെയ്താൽ എന്തെങ്കിലുമൊക്കെ സക്സസ് ആവാൻ പറ്റുമെന്ന്. അപ്പോൾ ഇതിലൂടെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ തോതിലെങ്കിലും എന്തെങ്കിലും ഒരു കഴിവ് നമുക്കുണ്ടെങ്കിൽ അത് നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. നമുക്ക് ഇത് ചിലപ്പോൾ പറഞ്ഞു തരാൻ ആരും ഉണ്ടാവില്ല. നമ്മളിത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് അതിനുള്ള ഒരു സാഹചര്യം കിട്ടണം എന്നില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും. പക്ഷെ എന്നിരുന്നാലും എൻ്റെ ഈ വർക്കുകളൊക്കെ എനിക്ക് ചെയ്യാൻ നിസാരമായിട്ടിരിക്കുന്ന സമയങ്ങളിൽ ചെയ്യാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം അതുപോലെ ഓരോരുത്തരുടെ ഉള്ളിലും ഇങ്ങനെയുള്ള ചെറിയ ഇഷ്ടങ്ങളും ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലുള്ള സാധനങ്ങൾ നമുക്ക് വീട്ടിൽ നിസാരം കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സാധാരണക്കാരിയായ ഒരാൾക്ക് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുതേ. ഓക്കെ, ടാറ്റാ.